ഹലോ, എസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കൂർക്ക വെച്ചിട്ട് കൂർക്ക അവിയൽ തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനാദ്യം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത്, നല്ല ജീരകം, കറിവേപ്പില, വെളുത്തുള്ളി, ഒരു വലിയ അല്ലിയായിരുന്നു, ഞാൻ ഒരല്ലിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കാന്താരിമുളക്, നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള കാന്താരിമുളക് യൂസ് ചെയ്യാം. എന്നിട്ട് വെള്ളമില്ലാണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. കൂർക്ക ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. കൂർക്ക നന്നാക്കണതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, ആവശ്യമുള്ളവർ കയറി കാണണം. പിന്നെ ചീഞ്ചട്ടി വെച്ച് എണ്ണ ചൂടായി കടുക് പൊട്ടിച്ച്, കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് പൊട്ടിക്കണം. കറിവേപ്പില മൂത്ത് വരുമ്പോൾ നമ്മൾ നന്നാക്കി വെച്ചേക്കണേ കൂർക്ക നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. കൂർക്ക ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും അതിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കൂർക്കയിലേക്ക് ഉപ്പ് പിടിക്കണം, അപ്പോൾ കുറച്ച് അധികം ഉപ്പ് ഇട്ട് കൊടുക്കണേ. പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പും കൂടി, പിന്നെ ഞാൻ മിക്സിയുടെ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി ഊറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും ഒന്ന് വഴന്ന് വരത്തുള്ളൂ. ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിനകത്ത് കുറച്ച് വെള്ളം കൂടി ഊറ്റി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലാ സൈഡും ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി 2-3 പ്രാവശ്യം മൂടി ഇളക്കി പൊത്തണം. അപ്പോഴത്തേക്കും നമ്മുടെ കൂർക്ക അവിയൽ നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി പുളിയോ അല്ലെങ്കിൽ തൈരോ ഊറ്റി കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് പുളിയുടെ ഇതോടെ വരുമ്പോൾ ശരിക്കും അവിയൽ പോലെ തന്നെയാണ്. എനിക്ക് പുളി ഇഷ്ടമല്ലാത്തതാണ് ചേർക്കാത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ചാനലൊന്ന് കാണാത്തത് സബ്സ്ക്രൈബ് ചെയ്യണേ.